തന്നെ പറഞ്ഞു നിങ്ങൾ സ്മോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, പോയി മറിഞ്ഞു വീണു. അപ്പൊ അതിനെ ഒരു ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് സംശയരോഗം ഞാൻ പറഞ്ഞു, എങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് സാധൂകരിക്കാൻ പറ്റും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ഒരു വിഷയം 2022 ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഫോണിൽ ഒരു ഗാലറി വാൾട്ട് കണ്ടു. ഗാലറി വാൾട്ട് കണ്ടിട്ട് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഇവൾ ഓപ്പൺ ചെയ്യാൻ മടിച്ചു. ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്യടി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓപ്പൺ ചെയ്യാൻ മടിച്ചു. അന്നേരം ഞാൻ പറയാം അനുമോളെ, ഞാൻ നിന്റെ അമ്മയടുത്ത് വിളിച്ച് പറയും, അല്ല നിന്റെ ചേച്ചി അടുത്ത് പറയും. അന്നേരം ഇവള് പിന്നെ എന്റെ കാല് പിടിച്ച് പറഞ്ഞ പ്രയാസത്തെ പറയരുതെന്ന്. അപ്പൊ എനിക്ക് സംശയങ്ങൾ കൂടി. ഞാൻ അവൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു. അപ്പം എനിക്ക് വീഡിയോയുടെ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ഹാഫ് നിക്കർ ഇട്ടിട്ട് കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത്, അദ്ദേഹത്തിന്റെ. ഈ പറഞ്ഞ ഈ പോസ്റ്റ് ഇട്ടെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടില്ലയോ? അല്ല, അന്വേഷണങ്ങൾ നടത്തി. ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണെന്ന് ഞാൻ അറിഞ്ഞു. അതിന് എന്റെ കയ്യിൽ ഫോട്ടോയും ഉണ്ട്. ഫോട്ടോ എടുത്ത് ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആരാണെന്ന് ചോദിക്കാൻ ഇതിനെ അറിയുമെന്ന് ചോദിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പേരിൽ നിരന്തരം നിങ്ങൾ അനുവിനെ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഇല്ലില്ല, ചോദിച്ചില്ല. ഞാൻ അന്ന് വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞ മോളെ ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവാദം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, JP അനു അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായി. ആ ചങ്ങായിൻ്റെ വൈഫിന് ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി. വൈഫിന് മാത്രമല്ല, രണ്ടുപേരും കൂടി ബൈക്കിന് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരൻ്റെ വലത് കൈ ഡാമേജായി. അതേപോലെ തന്നെ ഈ പറയുന്ന വൈഫിൻ്റെ തലയാണ് പോയിട്ട് നിലത്തടിച്ചത്. അതോടുകൂടി പുള്ളിക്കാരത്തിൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ എന്താ പറയുക, വേറൊരാളുടെ പരസഹായമില്ലാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഭർത്താവ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഫേസ്ബുക്കിലൂടെ വീഡിയോ ചെയ്ത് ആളുകളുടെ നിന്ന് സഹായം മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സഹായം മേടിച്ച പൈസ കൊണ്ട് പുള്ളിക്കാരൻ നാട് മൊത്തം ചുറ്റിക്കറങ്ങി, അല്ലെങ്കിൽ ഒരു പൈസ പോലും ഈ ഒരു ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വൈഫിൻ്റെ ആവശ്യത്തിനോ വേണ്ടി ഉപയോഗിക്കാതെ പൈസ മൊത്തം ചിലവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഭാര്യയുടെ വീട്ടുകാർ ഭാര്യനെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അങ്ങനെ കൊണ്ടുപോയതിന് ശേഷമാണ് കുറേ ചാനലുകാരെല്ലാം വന്നിട്ട് അവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രശ്നം പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതിന് പുള്ളിക്കാരൻ ഒരുപാട് മറുപടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് സ്വന്തം ചാനലിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഈ പറയുന്ന കഥ ഭയങ്കര ട്വിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2023 നടന്ന ഒരു ആക്സിഡൻ്റാണ് ഇത്. ഓക്കെ, ആ ആക്സിഡൻറ്റ് സമയത്ത് പുള്ളിക്കാരൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഓക്കെ, ആ മദ്യപിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ ആ മദ്യപിച്ച കാര്യത്തെക്കുറിച്ച് തന്നെ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ ആക്സിഡന്റ് സംഭവിക്കുന്നു, ആ ആക്സിഡന്റ് സമയത്ത് നിങ്ങൾ ബൈക്ക് ഓടിച്ച സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു പെഗ് കഴിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. ഉറപ്പായിട്ട് ഒരു പെഗ്ഗേ കഴിച്ചുള്ളൂ, ഒരു 60 അത് കഴിച്ചു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനകത്ത് എന്റെ പിന്നെ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ എന്നിട്ട് ഗൾഫിൽ നിന്ന്, അത് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന ടീമല്ല, എന്റെ വൈഫിന് അറിയാൻ നല്ലപോലെ. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ചെറുത് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പെഗ് എന്ന് പറഞ്ഞാൽ 60 ആണോ 30 അല്ലേ? എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ. അത് അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പെഗ് മാത്രമേ അടിച്ചിട്ടുള്ളൂ, എന്നാൽ 60 മറ്റും അടിച്ചിട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. 60 ആണെങ്കിലും 30 ആണെങ്കിലും 90 ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഫുൾ കുപ്പി ആണെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ അത് ഒരു തെറ്റ് തന്നെയാണ്. ഓക്കെ, മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു അപകടത്തിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് തന്നെ ശരിക്കും മദ്യപാനം തന്നെയാണ്. ഓക്കെ, മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ അപകടം സംഭവിച്ചത് കൊണ്ടാണ് ഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ പുള്ളിക്കാരൻ മുതലെടുക്കുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് പുള്ളിക്കാരൻ്റെ ഓരോ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു അപകടത്തിന് ശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ആക്റ്റീവായി. അങ്ങനെ ഈ ഭാര്യേൻ്റെ ഒരു അവസ്ഥ കാണിച്ചുകൊണ്ട് നാട്ടുകാരുടെ നിന്നും പൈസ മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കിട്ടിയ പൈസയെല്ലാം പുള്ളിക്കാരൻ ഒരുപാട് ചിലവാക്കി, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ളതാണ് ആരോപണം. ഓക്കെ, ആ ആരോപണത്തിന് എതിരായിട്ടാണ് ഇന്നിപ്പം ഈ വീഡിയോയിൽ അൽത്താഫ് വ്ലോഗ്സിൽ വന്നിട്ട് പുള്ളിക്കാരൻ ഒരു മറുപടി പറയുന്നത്. ട്രാവൻകൂർ മെഡിസിറ്റിൽ കൊല്ലം. അവിടെ എത്രയായി ചികിത്സയ്ക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു? അവിടെ ഏകദേശം അവരുടെ ഞാൻ ലാസ്റ്റിലത്തെ ബില്ല് കണ്ടതിനകത്ത് 14,50,000 രൂപ പുറത്തും കണ്ടാന്ന് തോന്നുന്നുണ്ട് ബില്ല് കണ്ടേക്കുന്നത്. അതിനകത്ത് പിന്നെ പറഞ്ഞേക്കുന്നത് ഇവരുടെ ചെലവുകൾ, അതൊക്കെ സെപ്പറേറ്റ് ഉള്ള ചെലവുകളാണ്.
നമുക്ക് കാലിന് ഈ അനുവിന് കാലിന് ഒരു പാട് പോലുണ്ട്. ആ പാട് വെക്കുന്ന 5000 രൂപയാണ് അങ്ങനത്തെ ചെലവുകളും അതൊക്കെ ഇതിനകത്ത് ഈ ബില്ലിനകത്ത് ഉൾപ്പെടുന്നതല്ല. അതെല്ലാം കൂടെ ഏകദേശം ഏതാണ്ട് 18 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചായിട്ടുണ്ട്. എനിക്കിതെല്ലാം കൂടെ ഏകദേശം 2,60,000 ആദ്യത്തെ സർജറി, ഫസ്റ്റ് സർജറിക്ക് 2,60,000 പ്ലസ് ഫുഡ്, പിന്നെ മറ്റുള്ള പുറത്തുനിന്നുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം കൂടെ ഒരു വണ്ടിക്ക് നമുക്ക് പോയി വരക്കും എല്ലാം കൂടെ 3 രൂപ ആയിട്ടുണ്ട് ഫസ്റ്റിലത്തെ സർജറിക്ക്. രണ്ടാമത്തെ സർജറിക്ക് എനിക്ക് ആദ്യം നല്ല എമൗണ്ട് അവർ എഴുതി തന്നത്. പക്ഷെ ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒരു ഹെൽപ്പ് ചെയ്ത് തരണം, എനിക്ക് സാഹചര്യങ്ങൾ എനിക്ക് ഇച്ചിരി ഇതാക്കി തരണം എന്ന് പറഞ്ഞു. സത്യം പറയാലോ, പുള്ളിക്കാരൻ്റെ മറുപടിയൊന്നും നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം പുള്ളി ഒരു പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടിക്കൊണ്ടാണ് പലതും പറയുന്നത്. അപ്പം അവരെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അമ്മായിമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അമ്മായിമ്മമാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടീനെ നോക്കുന്ന ഒരാളെന്ന നിലയിൽ എന്തിന് ഇയാളെ ഈ പറയുന്ന കുട്ടീൻ്റെ അമ്മ ഇതേപോലെ അടുപ്പിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ആൾക്കെതിരെ ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? വെറുതെ വന്നിട്ട് ഒരാൾ കുറ്റം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ ഇത്രയും സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഈ ഇത്രയും പരിഗണനയോടെ ഇത്രയും ഇതായിട്ട് നോക്കുന്ന ഒരാളെക്കുറിച്ച് സ്വന്തം അമ്മ ഇങ്ങനെ പറയോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറയുന്നതിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി, ഈ ഇൻ്റർവ്യൂവിലല്ല, ഇതിനു മുമ്പ് പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതായത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാര്യനെക്കുറിച്ച് പണ്ട് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവിഹിത കഥയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പം തന്നെ മനസ്സിലാവാം ഇങ്ങേരെ എത്രത്തോളം ജെന്യുവിനാണെന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടീൻ്റെ അവസ്ഥ വെച്ചിട്ട് പണ്ട് അവൾ ഇങ്ങനെ ആയിരുന്നു, അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഈ പറയുന്ന ആക്സിഡൻറ്റും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൾ ശ്രമിക്കുന്നത്. അതിൽ തന്നെ ഉണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഊരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് വലിയാൻ വേണ്ടിയിട്ട് ആ ഭാര്യയുടെ തലയിലേക്ക് പഴയ ഒരു കഥ എടുത്തു വെച്ച് കൊടുക്കുന്നു. എന്തോന്നടേ ഇതൊക്കെ? സംഭവം എന്തും ആയിക്കോട്ടെ, പണ്ട് നടന്ന കഥ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ലീവിന് വന്ന സമയത്ത് ഗാലറി നോക്കുന്ന സമയത്ത് ഇതേപോലെ ഫോട്ടോ കണ്ടു എന്നോ അതെന്തും ആയിക്കോട്ടെ, അതിപ്പോൾ പറയേണ്ട ഒരു കാര്യമാണോ? അത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം. ഓക്കെ, അത് നിങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂ, അത് പണ്ട് നടന്നൊരു സംഭവം. അതിപ്പം വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുമ്പോൾ തന്നെ നിന്നെയല്ല എന്താ പറയേണ്ടത്? അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? ഇതിപ്പോൾ എന്താണ് പ്രശ്നം? ഇത് നിങ്ങൾ നാട്ടുകാരുടെ ഇത് പൈസ മേടിച്ചിട്ട് ആ പൈസ നിങ്ങൾ പുട്ടടിച്ചു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അല്ലാതെ ഭാര്യ, ഞാൻ പണ്ട് ലീവിന് പറ്റുന്ന സമയത്ത് ഭാര്യേൻ്റെ ഫോൺ നോക്കുന്ന സമയത്ത് അത് കണ്ടു ഇത് കണ്ടു എന്നെല്ലാം പറയുന്നത് വെറും തരമാണ്, വെറൊരു തരമാണ്. ഓക്കെ, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചെടുത്തു. കാരണം ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ വൈഫല്ല, നിങ്ങളുടെ ഭാര്യയല്ല. അപ്പോൾ ഭാര്യേൻ്റെ പഴയ കഥകളെല്ലാം ചകഞ്ഞു പോയി, അല്ലെങ്കിൽ ഭാര്യ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഇയാൾ പറയുന്നതല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഭാര്യയ്ക്ക് ഇപ്പം ഓർമ്മശക്തി ഇല്ല, സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെയുള്ള ആളെക്കുറിച്ച് എന്തും പറയാമല്ലോ. അങ്ങനെ വന്നിരുന്ന് പറഞ്ഞായിരിക്കും. താനിങ്ങനെ പറഞ്ഞെന്നോർത്തോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടെന്നോർത്തോ, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്നോർത്തോ തനിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. താൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇത് തെറ്റാണെന്നാണ് നിങ്ങൾ തെളിയിക്കുന്നത്. ഇതിപ്പോൾ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് എടുത്തിരുന്നൊരു സംഭവമാണ് ഈ പറയുന്ന അവിഹിത ബന്ധം, അല്ലെങ്കിൽ അവിഹിത കഥ. സംഭവം ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, അതെന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ മാറ്ററേ അല്ല. ഇപ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങൾ ഇതേപോലെ പൈസ തട്ടി, അതാണ് പ്രശ്നം. നിങ്ങൾ പൈസ തട്ടിപ്പ് നടത്തി, ഇതേപോലെ പിരിച്ചെടുത്ത പൈസ നിങ്ങൾ പേഴ്സണൽ ആവശ്യം തന്നെയാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളെല്ലാം. ഓക്കെ, അത് നിങ്ങൾ നടത്തിയിട്ട് ഈ കുട്ടിക്ക് അതിൻ്റെ ഒരു ഉപയോഗവും, അല്ലെങ്കിൽ ഒരു ഉപകാരവും ആ ഒരു പൈസ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അങ്ങനെയല്ല ചേട്ടന്മാരെ, ഞാൻ ഇത്രയും പൈസ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്രയും പൈസ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ് ആ ഒരു ക്ലാരിറ്റി അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ പഴയ കഥ എടുത്തുകൊണ്ട് വന്നിട്ട് മെഴുകാൻ നിൽക്കരുത്. നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ചിലപ്പോൾ ശരി, പക്ഷേ അത് തെളിയിക്കേണ്ടത് ഈ ഇമാതിരി ഡയലോഗ് അടിച്ചിട്ടല്ല. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നും, അതായത് ഈ പറയുന്ന വൈഫിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിനെതിരെ, ഇയാൾക്കെതിരെ ഇതേപോലെ ഒരു വിഹിതബന്ധത്തിൻ്റെ കഥയും പറയുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പം ആ കാര്യം അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളത്. അപ്പം ഈ പൈസ എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പം അവർക്കത് പറയാം. പക്ഷേ
നിങ്ങൾക്ക് ഈ പറയുന്ന ഭാര്യേൻ്റെ പഴയ കഥകളോ അല്ലെങ്കിൽ ഭാര്യേൻ്റെ പഴയ എന്താ പറയുക റിലേഷൻഷിപ്പോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തുക, എന്നിട്ട് ഫൈറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ പറയുന്ന വൈഫിനോട്, അനു എന്ന് പറയുന്ന ആ ഒരു വൈഫിനോട് നിങ്ങൾക്ക് അത്രയ്ക്കും സ്നേഹമാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് അതേപോലെ പഴയ പോലെ തന്നെ പൊന്നു പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ നോക്കുക. അത്രയല്ലേ ചെയ്യാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഭാര്യേൻ്റെ വീട്ടുകാർ മോളെ വെറുതെ ഒന്നും കൂട്ടിക്കൊണ്ട് പോകില്ല. അത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് നോക്കുന്ന ആളാണെങ്കിൽ ഓക്കെ, ഭാര്യേൻ്റെ വീട്ടുകാർ എന്തായാലും വെറുതെ നിങ്ങളുടെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ട് പോകില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന കുട്ടീനോട് അത്രയ്ക്കും സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പറയുന്ന കുട്ടീനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കുക. അതേ ചെയ്യാൻ പറ്റുള്ളൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പഴയ കഥയെല്ലാം എടുത്തിട്ട് വന്നിട്ട് നിരത്തി വെറുതെ സ്വയം നാറാൻ വേണ്ടി നിൽക്കല്ലേ കൂട്ടുകാരാ. ഓക്കെ.